സീനിയ ഡാലിയ ചെടികളുടെ വിത്തിൻ്റെ മിക്സാണ് വാങ്ങിച്ചത്, ഓൺലൈനായിട്ട് നട്ടത്. അപ്പോൾ കുറേ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന വലിയ കുറ്റികൾ അതിൻ്റെ ഒന്നുമല്ല കേട്ടോ. അത് മുമ്പ് ആ ചെടിച്ചട്ടിയിലുണ്ടായിരുന്ന കേടായിപ്പോയ ചെടികളുടെ മുറിച്ച് കളഞ്ഞവൻ്റെ കുറ്റി അവിടെ നിന്നാണ്. അത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് കാലമായിട്ടുള്ള ചെടികളായിരുന്നു, 3 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേര് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ മുറിച്ച് കുറ്റിയാക്കി അവിടെ വെച്ചതാണ്. കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഉണങ്ങുന്ന ലക്ഷണവുമില്ല, രണ്ടാമത് വളരുന്ന ലക്ഷണവുമില്ല. അപ്പോൾ ഈ തൈകളൊക്കെ ഇങ്ങനെ നോക്കി വെക്കുന്നതിൻ്റെ ഇടയിലൊരു രസമുണ്ടായി. ഇത് കണ്ട, ഈ എല്ലാ തൈകളുടെയും ഇല കുഞ്ഞ് ഇലകളാണ്. അതിൻ്റെ കൂടെ ഒരു തൈൻ്റെ മാത്രം ഇല കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. അതെന്തായാലും സീനിയുടെയും ഡാലിയുടെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെടിച്ചട്ടിയിൽ എങ്ങനെയോ വീണ് പോയ മുമ്പുണ്ടായിരുന്ന വിത്ത് മുളയ്ക്കാതെ കിടന്നതോ മറ്റോ ആയിരിക്കണം, ഇപ്പോൾ മുളച്ച് വന്നതായിരിക്കണം. കണ്ടിട്ട് മത്തൻ്റെ ആയിരിക്കണം, അതല്ലെങ്കിൽ ഇനി തണ്ണീർമത്തനാണോ എന്നറിയില്ല. എങ്ങനെയാണ് വിത്ത് അതിൽ വന്നതെന്നറിയില്ല. എന്തായാലും നടുന്ന സമയത്ത് അങ്ങനെ മത്തൻ്റെ തണ്ണീർമത്തൻ്റെ വിത്ത് പോലത്തെ വലിയ വിത്തുകളൊന്നും ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ മുമ്പേ വീണ് കിടന്നതായിരിക്കും. വീട്ടിലല്ലേ, വീട്ടിലിപ്പം നമ്മൾ വേസ്റ്റ് കൊണ്ട് കളയുന്നതിൻ്റെ ഇടയിൽ മത്തൻ്റെ ഒരു വിത്ത് അവിടെ വീഴാനൊക്കെ ഒരു ചെറിയ സാധ്യതയൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാനത് പറിച്ച് കളയുന്നില്ല. ഇതെല്ലാം വളരട്ടെ. വളർന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് ചെടിയാണെന്ന് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. ആ ഒരു കൗതുകത്തിന് പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നീട് അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാം.